സാർ പരീക്ഷ എഴുതി തീരുന്നില്ല, കറക്റ്റ് സമയത്ത് എഴുതി തീരുന്നില്ല. അങ്ങനെ വന്ന എല്ലാ കേസിലും ഞാനൊരു തിരിച്ചൊരു ചോദിക്കും, നീ എത്ര ചോദ്യപേപ്പർ ചെയ്തിട്ടുണ്ട്? ഉത്തരം 0. അതിൽ തന്നെ ഉത്തരം വ്യക്തമാണ്. കുട്ടി മുൻകാലത്തെ ഒരു ചോദ്യപേപ്പർ എടുത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. +2 ഒക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ കൃത്യമായി ഇയർ വൈസ് ആയിട്ട് ഐ തിങ്ക് 2011 വരെ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുഴുവൻ ചോദ്യം HSC ലൈവിൽ കാണാം. അല്ല, അതിനാണ് മോഡൽ എക്സാമുകൾ ചെയ്യുന്നത്. അതെ 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 അതെ. ഈ അത് ചെയ്യുമ്പോഴൊരു പ്രശ്നമുണ്ട് കേട്ടോ. സാറ് നേരത്തെ സൂചിപ്പിച്ച 1 വേർഡ് ക്വസ്റ്റ്യൻ, അതായത് MCQs ഒരു സമയമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ PSC എക്സാം എഴുതാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴോ ഇത്ര മണിക്കൂർ കൊണ്ട് നമ്മളത് എഴുതി തീർക്കണം. അതിലപ്പുറം സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ MCQന് ഇത്ര സമയം, 1 മാർക്ക് ക്വസ്റ്റ്യന് ഇത്ര സമയം, 2 മാർക്ക് ക്വസ്റ്റ്യന് ഇത്ര സമയം, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ഇത്ര ആ സമയം ഒരു കയ്യിന് ഒരു വാച്ച് കെട്ടി കുട്ടി കൃത്യമായി എക്സാം എഴുതുന്ന സമയത്ത് ആ സമയത്തിനകത്ത് തീരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും കുട്ടിയുടെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ 1 മാർക്ക് ചോദ്യത്തിന് വേണ്ടി കുട്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും അവസാനം 4 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള അത് ഭയങ്കര ഒരു ട്രാജിക് എൻഡായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ വേറൊരു കാര്യം സാറേ, ഇപ്പോൾ നമുക്ക് പരീക്ഷ കഴിഞ്ഞ് വന്ന് പല കുട്ടികളോട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ഉത്തരം പറയുന്നുണ്ടാവും. പക്ഷേ പരീക്ഷ പേപ്പർ വരുമ്പോൾ, റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉണ്ടാവില്ല. എഴുതി ഫലിപ്പിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് എഴുതി ഫലിപ്പിക്കാനുള്ള അത് ഞാൻ ഈ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി അത്തരം ആളുകൾ ആരാന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാലോ. അല്ല, അതിന് സാറ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എഴുതി നോക്കുന്ന പണി ഇല്ല, വളരെ കുറവാണ്. എഴുതുക എന്നുള്ളത് ശരിക്കും നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു മോട്ടോർ ആക്ടിവിറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ ചെറിയ ക്ലാസ് മുതലേ കുറയുന്നുണ്ട് എഴുതുക എന്നുള്ള സംഗതി. ശരിക്കും എഴുതുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തലച്ചോറിലുണ്ടായ ആ സിനാപ്റ്റിക് കണക്ഷൻസ് വീണ്ടും പുതുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ കുറയുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തിമാവുക പരീക്ഷക്കാണ്. പരീക്ഷയ്ക്ക് എഴുതാൻ വേണമല്ലോ, വേറെ വഴി ഉത്തരം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല.